പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമീൻ. കർത്താവിനാൽ ഏറ്റവുമധികം സ്നേഹിക്കപ്പെടുന്നവരെ, സഭയുടെ കാനൂനിക നോമ്പുകളിൽ ഒന്നായ 3 നോമ്പിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. 3 നോമ്പ് അഥവാ നിനവേ ഉപവാസം എന്നറിയപ്പെടുന്ന ഈ നോമ്പ് പഴയ നിയമ പ്രവാചകനായ യോനായുടെ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ്. പഴയ നിയമത്തിൽ യോനാ പ്രവാചകന്റെ പുസ്തകം 1 മുതൽ 4 വരെയുള്ള അധ്യായങ്ങളിൽ യോനായുടെ ദൈവനിയോഗവും ദൈവനിയോഗത്തിന്റെ ലംഘനവും ദൈവത്തോടുള്ള ആത്മബന്ധവും കാണുന്നതിന് നമുക്ക് സാധിക്കും. നോമ്പിലെ ആദ്യ ദിനമായ ഇന്ന് യോനായുടെ ദൈവനിയോഗത്തെ പറ്റി നമുക്ക് ധ്യാനിക്കാം. യോനാ പ്രവാചകന് ദൈവത്തിന്റെ മഹാനഗരമായ നിനവേ പാപത്തിന്റെ അടിമത്വത്തിൽപ്പെട്ട് ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നത് മനസ്സിലാക്കിയ ദൈവം നിനവയിൽ പോയി തന്റെ സന്ദേശം അറിയിക്കുവാൻ യോനാ പ്രവാചകനെ വിളിക്കുകയാണ്. അമിത്തിയായുടെ പുത്രനായ യോന, നീ നിനവ എന്ന മഹാനഗരത്തിലേക്ക് പോയി എന്റെ സന്ദേശം അവരെ അറിയിക്കണം. അവരുടെ പാപങ്ങൾ പെരുകുകയാണ്, അവരുടെ ദുഷ്പ്രവർത്തികൾ എന്നെ വല്ലാണ്ട് വേദനിപ്പിക്കുന്നു എന്ന യാഥാർത്ഥ്യം ദൈവം യോനയ്ക്ക് വെളിപ്പെടുത്തി കൊടുത്തുകൊണ്ട് തന്റെ പ്രവാചകനായിട്ട് യോനയെ വിളിക്കുകയാണ്. യോനയെ സംബന്ധിച്ചിടത്തോളം തേടിയെത്തുന്ന ഈ ദൈവനിയോഗം അത്ര സന്തോഷകരമായ കാര്യമായിട്ട് യോന കാണുന്നില്ല. ദൈവത്തിന്റെ ആഗ്രഹം യോന നിനവയിൽ പോയി തന്റെ സന്ദേശം നിനവെ നിവാസികളെ അറിയിക്കണം എന്നുള്ളതാണെങ്കിൽ, യോനയെ സംബന്ധിച്ചിടത്തോളം താർഷീഷിലേക്ക് പോകുവാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അങ്ങനെ ദൈവനിയോഗത്തിന് എതിരായി നിന്നുകൊണ്ട് യോന താർഷീഷിലേക്ക് പോയി അവിടെ ദൈവസന്നിധിയിൽ നിന്ന് മറഞ്ഞിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, 3 നോമ്പിന്റെ ഈ ദിനങ്ങളിൽ അനുതാപത്തിന്റെയും പ്രായശ്ചിത്തത്തിന്റെയും തപശ്ചര്യയുടെയും ഒക്കെ ഭക്താഭ്യാസങ്ങളിലൂടെ നമ്മുടെ ജീവിതങ്ങളെ നാം ധ്യാനിക്കുമ്പോൾ പലപ്പോഴും അറിഞ്ഞോ അറിയാതെയോ യോനായുടെ ഈ മനോഭാവം നമ്മെയും തേടിയെത്താറുണ്ട്. നമ്മൾ ദൈവിക കാര്യങ്ങളോട് ചേർന്ന് നിൽക്കുന്നവരാണ്, ദൈവാലയ ശുശ്രൂഷകളിൽ വ്യാപൃതരാകുന്നവരാണ്, ദൈവത്തോടൊരു ആത്മബന്ധം വെച്ചു പുലർത്തുവാൻ ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ ദൈവഹിതം നിറവേറ്റുവാൻ പലപ്പോഴും നമ്മൾ പരാജയപ്പെട്ടു പോകുന്നു. നമ്മുടെ ജീവിതത്തിന്റെ ചില സന്തോഷങ്ങൾ, ജീവിതത്തിലെ നല്ല സൗഹൃദങ്ങൾ, ചില സാഹചര്യങ്ങൾ എന്നിവയൊക്കെ പലപ്പോഴും ദൈവഹിതത്തിന് എതിരായി നിൽക്കുന്നത് നമുക്ക് കാണുന്നതിനായി സാധിക്കും. യോന പ്രവാചകനെ പോലെ നമ്മുടെ ജീവിതം ദൈവഹിതത്തിന് ദൈവനിയോഗത്തിന് എതിരായിട്ട് നിൽക്കുന്നതാണെങ്കിൽ നമുക്ക് തിരികെ വരാം. ദൈവം നമുക്ക് ഓരോരുത്തർക്കും വ്യക്തമായ നിയോഗം നൽകിയാണ് ഈ ഭൂമിയിൽ അയച്ചിരിക്കുന്നത്. ഈ നിയോഗം ജീവിതത്തിൽ പാലിക്കുവാനും ജീവിതത്തിൽ ഏറ്റെടുക്കുവാനും കടപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. അപ്പനായി, അമ്മയായി, മക്കളായി, ഭാര്യയായി, ഭർത്താവായി, ബന്ധുമിത്രാദികളായി, സുഹൃത്തുക്കളായി, സഹോദരങ്ങളായി വളരെ അനുഗ്രഹീതമായ നിയോഗങ്ങളെ പൂർത്തീകരിക്കുവാൻ വിളിക്കപ്പെട്ട നമ്മൾ പലപ്പോഴും പരാജയപ്പെട്ടു പോകുന്നത് നമ്മുടെ ചില വ്യക്തി താല്പര്യങ്ങൾ, നമ്മുടെ ചില ആഗ്രഹങ്ങളും ചില സ്വാർത്ഥ ചിന്തകളും ഒക്കെ ഈ നിയോഗങ്ങളുടെ അപ്പുറത്ത് കടന്നു വരുമ്പോഴാണ്. അങ്ങനെയെങ്കിൽ ഈ 3 നോമ്പിന്റെ കാലഘട്ടത്തിൽ നമുക്ക് ധ്യാനിക്കാം, യോന പ്രവാചകനെ പോലെ ദൈവനിയോഗത്തിന് എതിരായിട്ട് നിന്നുകൊണ്ട് ദൈവിക കൽപ്പനകളിൽ നിന്ന് അകന്നു നിൽക്കുന്നവരാണോ നമ്മൾ? അതോ എന്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും, എന്റെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായാലും, എന്റെ ജീവിതത്തിൽ നീ എന്തൊക്കെ ത്യജിക്കേണ്ടി വന്നാലും ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന നിയോഗത്തിൽ നിന്ന് ഞാൻ ഒരിക്കലും പിന്മാറുകയില്ല, എന്റെ എല്ലാ ഇഷ്ടങ്ങൾക്കും അപ്പുറത്ത് എന്റെ ദൈവത്തിന്റെ നിയോഗവും ഹിതവുമാണ് എനിക്ക് പ്രധാനം എന്ന് ചിന്തിച്ച് ജീവിക്കുന്നവരാണോ നമ്മൾ? ഈ ചിന്തയെ ജീവിതത്തിൽ ചേർത്ത് വെച്ചുകൊണ്ട് ഏറ്റവും അനുഗ്രഹീതമായ ഒരു നോമ്പ് കാലം നമുക്ക് സ്വന്തമാക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.